ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യാത്തത്, അതുപോലെ എനിക്ക് ഇട്ടിട്ട് അത്ര കംഫർട്ട് അല്ലാത്തത്, ഞാൻ ഒരു തവണ 2 തവണയൊക്കെ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ മെയിൽ ID കൊടുക്കാം, നിങ്ങൾ അതിൽ മെയിൽ ചെയ്യൂ, ഞാൻ ഡ്രസ്സ് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ എടാ എനിക്കിപ്പോഴും അതിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡ്രസ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും എൻ്റെ കയ്യിലുള്ള പഴയ ഡ്രസ്സൊന്നും ഞാൻ ആർക്കും കൊടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരുപാട് തവണ ഇട്ടു, ഇനി അതൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയാണ്, എൻ്റെ സബ്സ്ക്രൈബർ ഒന്നുമല്ല. ഞാൻ ആ കുട്ടിയുടെ മെയിൽ ഇന്നലെയല്ല മിനിഞ്ഞാന്നാണ് വായിക്കുന്നത്. മിനിഞ്ഞാന്ന് കുട്ടി എനിക്ക് മെയിൽ ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചീൻ്റെ പുതിയ സബ്സ്ക്രൈബറാണ്. ഞാൻ എൻ്റെ കമൻറ്റിലൊന്നും ഈ കുട്ടീനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യാൻ തന്നെ കാരണം. അപ്പം ഇന്നാണ് ഞാൻ ചേച്ചീൻ്റെ വീഡിയോ കാണുന്നത്. അപ്പം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ മെയിൽ വായിച്ചിട്ട് എനിക്ക് സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്, അച്ഛന് എന്താ പറയുക സുഖമില്ല. അപ്പോൾ ആ കുട്ടി പഠിക്കുകയാണ്, 8th തോന്നണു, പഠിക്കുകയാണ്. അപ്പം ജീനിൻ്റെ ടോപ്പൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ചേച്ചി, ജീന് വാങ്ങിക്കാനുള്ള പൈസ ഒന്നുമില്ല. ഞാനിടുന്നത് ഒരു ചെറിയ ബനിയനാണ്, ആ ബനിയൻ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ആകെ 1-2 ബനിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് തരുമെന്ന്. പാവം ഞാൻ അതിനോട് എങ്ങനെ പറയും, എടാ ഇപ്പോൾ ആ ഡ്രസ്സൊന്നും ഇല്ല കൊടുത്തുവെന്ന്. ഞാൻ ആ കുട്ടിക്കൊരു മെയിൽ അയച്ചു, എന്താ പഴയതൊന്നും ആക്കണ്ട, ഞാൻ പുതിയ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ അപ്പം ഇതൊക്കെ കൊടുത്തതൊക്കെ ഇവിടെ വന്ന് പറയണതെന്ന്. എനിക്ക് കൊടുത്തത് പറയല്ല, ആ വീഡിയോയിൽ ഇനിയും ആ കുട്ടീനെ പോലെ ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കുറേ മുന്നേ ഞാൻ ചെയ്ത വീഡിയോ അല്ലേ, അപ്പോൾ ആരും ഇനി അത് കണ്ടിട്ട് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഈ സ്റ്റോറി പറയാനുള്ള റീസൺ, ആർക്കെങ്കിലും ഇതുപോലെ കയ്യിലൊക്കെ കുറേ ഡ്രസ്സുകളാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. കാരണം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഒരുപാട് കുട്ടികളുണ്ടടാ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യൂ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻ്റ് ഒന്നും ചെയ്യണ്ട, എനിക്ക് മെയിൽ ചെയ്താൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.